പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഗംഗാജി വീണ്ടും നമ്മൾക്കൊപ്പം ഉണ്ട്. ആദ്യത്തെ എപ്പിസോഡിൽ ഇത്തിരി ദീർഘമായ സംഭാഷണമായിരുന്നു. അത് അത്യാവശ്യം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് കഴിഞ്ഞ എപ്പിസോഡിൽ ടാരോ കാർഡിനെ കുറിച്ചാണ്. ടാരോ കാർഡ് എന്താണെന്ന് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അറിഞ്ഞുകൂടാത്തവരും ഉണ്ടാവാം. ഏതായാലും ഞാൻ ഗംഗാജിയോട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, എൻ്റെ കാർഡൊന്ന് റീഡ് ചെയ്യാമെന്ന്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ലൈവായിട്ട് എൻ്റെ കാർഡ് റീഡ് ചെയ്യുകയാണ്. മുമ്പൊരിക്കൽ ഞങ്ങൾ സംസാരിച്ചപ്പോഴും എൻ്റെ കാർഡ് ഇതുപോലെ റീഡ് ചെയ്തിരുന്നു. പറഞ്ഞതെല്ലാം വരവണ്ണം വ്യത്യാസമില്ലാതെയായിരുന്നു. ഒരു വർഷം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തിന് ശേഷം വീണ്ടും എൻ്റെ കാർഡ്, അന്ന് ഇപ്പോൾ ഞാൻ ഇന്ത്യ ലൈവിലല്ല, ഇപ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ള സ്ഥാപനം ഉണ്ടായി. അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു എന്തോ ഒരു സംഭവം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു കൂട്ടായ്മയിൽ ഉണ്ടാവണ ഒരു നേട്ടം ഉണ്ട് എന്ന് ഞാൻ അന്ന് എൻ്റെ രുദ്രതീർത്ഥം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ വിദേശികളെ കാർഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് തുടങ്ങുന്നത് ഞാൻ സാറിൻ്റെ വിദേശികളെ കാർഡ് വെച്ചിട്ട് തന്നെയാണ്. ഇത് നമുക്ക് നമ്മളുടെ ലൈഫിൽ പാസ്റ്റ് ലൈഫ് റീഡിങ് പറ്റില്ല. അത് ഈ കാർഡ്, അതായത് ഇത് മിത്തിക് ടാരോ എന്ന് പറയാം. അതായത് ബിഗിനിങ് ടാരോയും മിത്തിക് ടാരോയും വെച്ചിട്ട് പാസ്റ്റ് ലൈഫ് എനർജി എടുക്കാൻ പറ്റില്ല. പാസ്റ്റ് ലൈഫിൽ എൻ്റെ എനർജി നമ്മളിപ്പോൾ ടാരോ കാർഡ് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ പേരും പേര്, ഞാനൊരാളുടെ പേര്, നക്ഷത്രം, വീട്ടും പേര്. ഇപ്പൊ അവർക്ക് നക്ഷത്രം അറിയില്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര് ചോദിക്കും, എനർജി കണക്ട് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 3-ാമത്തെ മിനിറ്റിൽ ലോകത്ത് എവിടെ ഇരുന്നിട്ടായാലും ഞാൻ അവരുടെ എനർജി കണക്ട് ആക്കും. എൻ്റെ ഉള്ളനാടിയിൽ അത് നമ്മൾ കുറേ വർഷം കൊണ്ട് എടുത്ത തപസ് ഉണ്ടല്ലോ. ഈ തപസ്സിൽ ഞാൻ എടുത്തത് എൻ്റെ എനർജി കയ്യിലേക്ക് എടുക്കാനുള്ളതാണ്. കാട്ടിലൊക്കെ പോയി മലയുടെ മുകളിൽ ഒറ്റയ്ക്ക് അത് മാത്രമല്ല തപസ്. അല്ല സാറേ, എന്റെ വീട്ടിൽ വന്ന ആൾക്കാർക്ക് മനസ്സിലാവും അങ്ങനെ തന്നെ ഇരിക്കണത്. എന്റെ ഏരിയ ഒരു മനുഷ്യന്മാർ ചുറ്റുവട്ടത്തില്ല, ചുറ്റുപുറം കാട് തന്നെയാണ്. നല്ല അറ്റ്മോസ്ഫിയറാ. ഒരുപാട് വന്ന ആൾക്കാർക്ക് ഭയങ്കര ഫീൽ ഉണ്ടായിട്ടുണ്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ നേരിട്ട് ഇപ്പം ആരെയും വരുത്തുന്നില്ല, നടക്കില്ല. സാറിന് അറിയാലോ, നമ്മൾ എന്തായാലും ഒരു ആസാമിയായിട്ടിരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പം എനിക്ക് എൻ്റെതായ ഒരു എന്താ പറയുക, നമ്മൾ ഒരു ലൈഫ്, ഒരു പ്രൈവസി വേണം. എൻ്റെ എൻ്റെ എനർജിയിലേക്ക് എല്ലാവരും കയറി വരണം, അതിനോട് നമുക്ക് താല്പര്യമില്ല. പിന്നെ അതുമല്ല, ഇതൊരു ബിസിനസ് സ്ഥാപനമല്ലല്ലോ, നമ്മൾ ഒരു സർവീസാണ്. പകുതി സർവീസും പകുതി എൻ്റെ സ്പിരിച്വൽ ലൈഫ് വേണം. അപ്പം അതിൻ്റെ ഇടയിലുള്ള സ്പേസ് എനിക്ക് നിർബന്ധമാണ് വേണമെന്ന്. അതുകൊണ്ട് ഫോൺ എടുത്ത ഉടനടി ഗംഗാമനെ കിട്ടൂ, ഗംഗാമനെ നേരിട്ട് വന്ന് കാണണം, പ്രശ്നങ്ങൾ തീർക്കണം, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരോട് എന്നെ വിളിക്കേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അതിന് മന്ത്രവാദികൾ മതി, ഞാൻ വേണമെന്നില്ല. മാന്ത്രികർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പം ഞാൻ സാറിൻ്റെ എനർജി എടുക്കണം. സാറിന് വിട്ടുപോയിട്ടില്ലല്ലോ, പരിഹാരമൊക്കെ ചെയ്തിട്ടും സാറിന് ഇയാളങ്ങോട്ട് വിട്ടുപോകണില്ലല്ലോ. കിട്ടി കാർഡ് ഞാൻ വായിച്ചു തരാം കേട്ടോ. ഞാൻ 4 കാർഡ്, അതായത് ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുക. അതായത് മേജർ ആർക്കാന കാർഡ് വെച്ചിട്ടാണ് ഇതിൽ ഞാൻ എനർജി എടുക്കുക. അപ്പോൾ എനർജി എടുത്തതിൽ ഡെവിൾ കാർഡ്, ഹൈ പ്രീസ്റ്റസ്, സണ്ണ്, ദ സ്ട്രെങ്ത്. അപ്പം ഡെവിൾ ഉണ്ട്. അപ്പം അങ്ങനെയല്ല, ഇതിൽ നമ്മളിപ്പോൾ ചില ആൾക്കാരോട് പറയില്ലേ, ശത്രുബാധ ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മളിപ്പോൾ ഒരു ജോത്സ്യൻ വന്നിട്ട് ജോത്സ്യനോട് വന്നിട്ട് ചോദിക്കുകയാണ്, പണിക്കരെ എൻ്റെ പ്രശ്നങ്ങളൊന്ന് നോക്കി തരൂ. ആ പ്രശ്നം നോക്കുക, അവർ കവടി വെച്ചിട്ട് ഇന്ന രാശിയിൽ ഇന്നത് നിൽക്കുമ്പോൾ ഇന്ന ദോഷം എന്നാണ് പറയുക. ഇവിടെ കാർഡിലാണ്, എനിക്ക് കാർഡിൽ ഫീൽ ചെയ്യും. അതായത് ഒരു കോമ്പിനേഷൻ വന്നാൽ ഇയാൾക്ക് ശനിബാധയാണോ, ശത്രുബാധയാണോ, അഭിചാരാണോ, ഇനി പ്രേതബാധയാണോ, എനിക്ക് കാർഡിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സാറിനുള്ളത് ഒരു എനർജി ഉള്ളത് ഡെവിളിൻ്റെയാണ്. അപ്പോൾ ഇത് മാറി നിൽക്കും. കാരണം അത് സണ്ണും കൂടി വന്ന കാരണം കൊണ്ട് സാറിന് ഇപ്പോൾ വളർച്ചയുടെ കാലഘട്ടമാണ്. ഡെവിള് പറയുമ്പോൾ നമ്മളുടെ മിഡിൽ ലൈഫിൽ അങ്ങോട്ട് ഈ ഡെവിൾ എനർജി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ബോഡിയിൽ ഈ ശത്രുബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമാണ്. അതല്ല, ആ കാർഡാണ്. അതായത് മുമ്പത്തെ 2 കാർഡും ഞാൻ ഈ മേജർ ആർക്കാന മാത്രം വെച്ച് റീഡ് ചെയ്യുന്ന ആളാണ്. കാരണം ഇതിൽ 22 കാർഡാണ്. 22-ന് 4-6 കാർഡ് എടുക്കുള്ളൂ. ചിലപ്പോൾ മാത്രമാണ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് 8 കാർഡ് എടുക്കുള്ളൂ. ഇവിടെ സാറിൻ്റെ ലൈഫിൽ ഇനി സാറിന് അങ്ങോട്ട് വളർച്ചയിലൂടെ കാലഘട്ടമാണ് സൺ കാർഡ്. പക്ഷെ കുറച്ച് സ്ട്രഗിളിംഗ് ആണ്, വളരെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. വളർച്ചയാണ്. ചില നേരത്ത് ഒരു നിരാശ സാറിന് തോന്നുന്നുണ്ട്. ചില നേരത്ത് വളരെയധികം ഒരു നിരാശാബോധത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു അവബോധമില്ലായ്മ, ഒരു തിരിച്ചറിവില്ലാതെ എന്ത് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ സാറ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇരുണ്ട ചിന്താഗതി തോന്നും. അതായത് നമുക്ക് വേണ്ടാത്ത ഒരു ചിന്തയൊക്കെ തോന്നും. പക്ഷെ ചില നേരത്ത് അതിനെ സ്ട്രഗിളിങ് കൊണ്ട് സ്ട്രെങ്ത് ഉപയോഗിച്ച് മറികടക്കാനും സാറ് ശ്രമിക്കുന്നുണ്ട്. ഗൈഡൻസ് ഇനി നമുക്ക് എടുക്കാം. ഇനി ഇത് ഇങ്ങനെ റീഡ് ചെയ്ത് കൊടുത്താൽ അല്ലേ, ആരും വിട്ടു പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. നെഗറ്റീവ് എനർജി, അതായത് ഒരു ഡെവിൾ എനർജി ഉണ്ടല്ലോ. ഡെവിൾ പറയുമ്പോൾ ശത്രുബാധയാണ്. എനിക്ക് ശത്രു ഉണ്ടോ?
കാട് വഴിയിൽ ഉണ്ട് ഉണ്ടായിരിക്കും. ഉണ്ട് കാട് വഴിയിൽ സാറിന് ശത്രുവുണ്ട്. അത് ബാധാരൂപത്തിലാണ്. ശത്രു ദോഷമുണ്ട്, ശത്രുബാധയുണ്ട്. ഈ ശത്രുബാധ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഒരു ദോഷം ശത്രുബാധ എങ്ങനെയാ വരുന്നത്? ആരെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നതാണോ? അതെ, ബാധ ഒരാൾ മറ്റൊരാൾക്ക് അയക്കുന്നതാ, മൂർത്തികള്. അപ്പൊ ആരോ എനിക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ട്. അതെ, ഉണ്ട്, ഇതിൽ കാണിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒരാളുടെ എനർജിയിൽ പോകുമ്പോൾ ഒരാൾക്ക് ബാധാദോഷം അയാൾക്ക് അയക്കണ അയാൾ നശിപ്പിക്കാനാ. അയാൾ തല പൊങ്ങരുതെന്ന് വിചാരിച്ചു. അങ്ങനെ ഉദ്ദേശിച്ച ആരോ എനിക്ക് വേണ്ടി എന്തോ പണി ചെയ്തിട്ടുണ്ട്. ഉറപ്പാണ്. കാടില് ഡെവിളും ഹൈപ്രിസ്റ്റസും വന്ന് തീർച്ചയായിട്ടും സാർ, നമ്മൾ ചില ആൾക്കാരുടെ കാടിൽ ഞാൻ നമ്മൾ ആരുടെ മറച്ച പ്രശ്നം എന്നൊക്കെ പറയില്ല, അതേപോലെ കാട് സ്റ്റക്കായി നിൽക്കും. ഇനി അവർക്കൊന്നും പറയാനില്ലാത്തൊരു സിറ്റുവേഷൻ. ഇവിടെ സാറ് അതിന് മറികടക്കും തീർച്ച. ആരോടും പറഞ്ഞിട്ടില്ല. രഹസ്യം പറയട്ടെ, എന്നോട് എനിക്കൊരു അനുഭവം ഉണ്ടായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. അന്ന് എന്നോട് വളരെ ഒരാൾ പറഞ്ഞത്, കുഴപ്പമൊന്നുമില്ല, ആരോടും മറച്ചിട്ടില്ല എന്ന് വേറൊരാളും എന്നോട് പറഞ്ഞായിരുന്നു. ആരോടും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് കാണാൻ പറ്റുന്നുണ്ട്, പരിഹാരം ഉണ്ടെന്നും പറഞ്ഞു. അതെ, ഇവിടെ സണ്ണാണ്, അത് കാരണം ആരോടും പറഞ്ഞിട്ടില്ല. ആരോടും പറഞ്ഞ പ്രശ്നമാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല സാറേ, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫ്യൂച്ചറിലേക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയും. കാരണം സെയിം തന്നെയാണ് അത് നമ്മുടെ ഈ ജ്യോതിഷം. ഇത് കേട്ടിട്ട് ആ പുള്ളിക്കാരൻ പോയി ആരോടും മറക്കുന്ന പണി ചെയ്യരുത്. അതെ, അത് അപ്പം അവർക്ക് 8ന്റെ പണി കിട്ടും, അങ്ങോട്ട് കിട്ടും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ എവിടേക്കോ കയറിയോ അവിടൊക്കെ എൻ്റെ എനർജി സ്പ്രെഡാക്കി. ഞാൻ അത് തള്ളു പറയല്ല സാറിന്, അതിൻ്റെ വോയിസ് ഞാൻ എനിക്ക് മനസ്സിലായി. എൻ്റെ എനർജി എനിക്ക് ആ ബോധ്യം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇല്ല, എനർജി സ്പ്രെഡ് ആക്കുമ്പോൾ ഞാൻ എൻ്റെ ഓറോണ്ട് ഒരു ലോക്ക് ഇടും. ഇത് നിങ്ങൾക്ക് സംരക്ഷണത്തിനാണ്, ഇത് എനിക്കൊരു ഗുണോ ദോഷമോ ഒന്നുമല്ല. ഞാൻ എവിടൊക്കെ കയറിയോ ആ സ്ഥാപനമൊക്കെ പിന്നീട് ഉയർച്ചയിലേക്കാണ് പോയത്. പക്ഷെ എന്നെ അവർ തടയും, പക്ഷെ ഞാനത് അതെ അല്ല സാറ്, ഞാനത് അറിഞ്ഞിട്ട് ചെയ്യണതാണ്. എന്താണെന്നറിയോ, എനിക്കൊരു നന്മ കിട്ടിയിട്ടുണ്ട്. അതൊരാൾക്ക് പാസ് ചെയ്യുമ്പോൾ, ഞാൻ ഇപ്പം നേരത്തെ ഒരു പാമ്പ് കടിച്ച കഥ ഞാൻ സാറിനോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടിയോ? ഞാൻ ടാരോ റീഡിങ് പോലും എടുത്തു കൊടുത്തിട്ടില്ല. അവരെവിടെയെന്ന് അന്വേഷിച്ചാൻ പോയിട്ടില്ല. അവർ വീഡിയോ പോലും ഉണ്ടാക്കി അയച്ചു തന്നിട്ടുണ്ട്. ഇത് പബ്ലിസിറ്റിക്ക് എവിടെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. എനിക്കെന്ത്, അത് മാത്രമല്ല, അടുത്ത വട്ടം എൻ്റെ സ്റ്റുഡൻറ്റിനെയാണ് പാമ്പ് കടിച്ചത്, അതും ഞാൻ പ്രിയനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്നത് ഇപ്പൊ ഇത് പറഞ്ഞത്, ഇതിനിപ്പോ എന്താ പരിഹാരം? ഇത് ശത്രുബാധ മാത്രം മതി. അതിന് നമുക്ക് എന്ത് ബാധയെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് സ്കന്ധകാട് എന്ത് ബാധ തന്നെയാണ് അയച്ചേക്കണം എന്നുള്ളത്. അപ്പൊ നമ്മൾ ടാരോ റീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ബാധയെന്ന് ഇവർ ചോദിക്കുമ്പോൾ അത് ഇത് എന്റെ കാർഡാണ്, സ്കന്ധകാട്. ഞാൻ പറഞ്ഞില്ല സാറിന് പോയിട്ട് ഈ കാർഡിന് എനിക്ക് പേരിടാൻ അറിയണില്ല, എന്ത് പേര് വേണമെന്ന് അറിയണില്ല. ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലാണ്, എന്ത് പേരാണ് ഈ കാർഡിന് ഇടേണ്ടതെന്ന് ഞാനിങ്ങനെ ദൈവയോട് ഇങ്ങനെ ചോദിക്കുക, എന്ത് പേരിടണം. അപ്പം എൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ട് എന്ന് അറിയാലോ സാറിന്. ഈ കുട്ടി എന്നോട് പറഞ്ഞു സ്കന്ധാന്ന് പേരിടാൻ. അങ്ങനെയാണ് ഞാനും മുരുകനും തമ്മിൽ ബന്ധം. അതെ, ഞാനും മുരുകനും ഒരു ബന്ധവുമില്ല. ഞാനും മുരുകനും ഇത്തിരി പണക്കത്തില്ല. അതിന് വേറെ അതിൻ്റെ ഒരു ബാക്കിൽ വലിയൊരു കഥ. അതെ, അപ്പോൾ ഞാൻ ആ പേര് ഇട്ടപ്പോൾ ഞാൻ ഈ ഫോട്ടോ തന്നെ വെക്കാൻ എനിക്ക് തോന്നി, സ്കന്ധ. അപ്പോൾ ആ സ്കന്ധ ഇട്ടപ്പോൾ സുബ്രഹ്മണ്യൻ്റെ കാർഡന്നെ വെച്ചത്. അപ്പോൾ ഇതിൽ ബാധയാണോ ദോഷമാണോ നമുക്ക് നോക്കാം. ശത്രുബാധ ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണിക്കണത്. രണ്ട് കാർഡ് കയറി വന്നിട്ടുണ്ട്. സാറ് നല്ല സാധന ചെയ്യണം കേട്ടോ. സാറിന് അത് ഭയങ്കര മടിയാണ്. പ്രശ്നമാണോ? അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല, പ്രശ്നമൊന്നുമില്ല. നമുക്ക് എന്ത് ബാധ ഉണ്ടെന്ന് നോക്കണം, അത്രേ ഉള്ളൂ. എന്ത് ബാധയാണുള്ളത്. ചില കളികളൊക്കെ ഇവിടെ കളിച്ചിട്ടുണ്ട്. ഒന്ന് വിശദമായിട്ട് പറയേ. ഇതിൽ എൻ്റെ കാർഡും കൂടി കയറി വന്നു. ഇങ്ങനെ എൻ്റെ കാർഡും കൂടി കയറി വരും. അന്ന് എടുത്തപ്പോഴും സാറിന് എൻ്റെ കാർഡ് കയറി വന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും. ഇവിടെ പരദേവത ശാക്തയും ഞാൻ അന്ന് പറഞ്ഞു സാറിനോട് പരദേവതനെ കാണാൻ പോകാൻ. പിന്നെ ആഭിചാര നവഗുളികന്മാരെ വിട്ടിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നവഗുളികന്മാർ, രേഹി ഗുളികൻ, മാംഗല്യ ഗുളികൻ, ശിവഗുളികൻ, അങ്ങനെ കുറേ ഗുളികന്മാരുണ്ട്. അതിൽ 9 ഗുളികന്മാരുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഗുളികനെ അയച്ചാലും നമുക്ക് തന്നെ ഈ നെർക്കോലി കടിച്ച നമ്മുടെ, അതായത് മരണപ്പെട്ട പ്രേതങ്ങളുടെ എനർജിയാണ് ഈ ഗുളികന്മാർ. ദേവതേനെ മൂർത്തിയായിട്ട് അയക്കും. ചില നമ്മൾ വിഷ്ണുമായെ വിട്ടിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ കരിങ്കുട്ടിയെ വിട്ടിട്ട്, ഓരോരോ സമ്പ്രദായങ്ങളുണ്ട് ഓരോരോ ദേവതകൾക്ക്. അതുകൊണ്ടാണ് ഒരാൾ പോയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് ഗണപതി ഹോമം കഴിച്ചിട്ട് ഭഗുസയം കഴിച്ച് സുദർശന ഹോമം നടത്തി എങ്ങനെയാണ് അവിടുത്തെ പ്രശ്നം പരിഹരിക്കുക?
പരിഹരിക്കാൻ പറ്റില്ല. ഇവിടെ ആഭിചാര ദുരിതം സാറിനുണ്ട്. അതന്നെയാണ് ആ കാർഡ് കാണിക്കുന്നത്. ആഭിചാരം ചെയ്തിട്ടുണ്ട്, ഉറപ്പാണ്. അതെന്തിനാ സാറ് നോക്കണം? ആരെങ്കിലും ആയിക്കോട്ടെ, സാറിന് സാധന ചെയ്ത സാധന ഇത് മറികടക്കാൻ സ്ട്രഗിൾ ഉപയോഗിച്ചിട്ട് സാറിന് മറികടക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ ഒരു ഗൈഡൻസ് കൂടി എടുത്തുതരാം. അതായത് ഇവിടെ ഈ സണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനല്ല ഉദ്ദേശിക്കുന്നത്, ഇതൊരു പുരുഷനാണ് ചെയ്തേക്കുന്നതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് വളർച്ചയുടെ കാലഘട്ടമാണ് സാറിന്. ഇതിന് കേട്ടിട്ട് ഞാൻ വളർച്ച അവർ തളർത്താൻ നോക്കരുത്. ഗംഗാമയും കൂടിയിട്ട് ഈ എനർജി പ്രൊട്ടക്ട് ചെയ്യും. അതൊരു ഭീഷണിയായിട്ട് അവരെടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ, എങ്ങനെ വേണമെങ്കിൽ അവർക്ക് സ്വീകരിക്കാം. അടുത്തതെന്താ? ഞാനിത് ഗൈഡൻസ് നോക്കാം സാറിന് എന്താണ് പരിഹാരം. ഇതെൻ്റെ കാർഡ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളുടെ ഒരു ബട്ടർഫ്ലൈ എനർജി, അതിലുള്ള കാർഡാണ്. അപ്പോൾ കൃത്യമായിട്ട് അവർ ഗൈഡൻസ് നമുക്ക് പറഞ്ഞുതരും. ഇതിൽ പിന്നെ 1-2 കാർഡ് എടുക്കേണ്ട കാര്യമുള്ളൂ. എന്താണ് മുഖം മാറിയല്ലോ? ഇല്ല, ഒരു ഹിഡൻ സീക്രട്ട് സാർ അത് അറിയും. ദ ഹിഡൻ സീക്രട്ട് വിൽ കം ഔട്ട്. അതെന്തായാലും പുറത്തു വരും സാറിന്. പുറത്തു വരും. അത് ഒളിപ്പിച്ചു വെക്കാൻ അവർക്ക് ഒരുപാട് കാലം പറ്റില്ല. ഏകദേശം 50 വയസ്സ് കഴിഞ്ഞ ഒരാളാണ് ഇത് ചെയ്തേക്കുന്നത്. 50 വയസ്സിൻ്റെ മേലെയുള്ള ഒരാൾ എതിരായിട്ട് ചെയ്തിട്ടുണ്ട്. അലൗ യുവർ മൈൻഡ് ടു റെസ്റ്റ് ആസ് മച്ച് ആസ് നെസസറി അങ്ങനെ പറഞ്ഞേക്കണത്. അപ്പോൾ ഇത് സാറിനെ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, സാർ ഇതിനെക്കുറിച്ച് വറീഡാവേ വേണ്ട കാര്യമില്ല. സ്ട്രഗിൾ ചെയ്യണുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കുറച്ച് സ്ട്രഗിൾ ചെയ്യും. ചില കാര്യങ്ങൾ നമ്മളന്ന് സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല. അത്രേ ഉള്ളൂ. അവർക്ക് അതിനെ പറ്റുള്ളൂ. നമ്മളുടെ സ്വഭാവം അനുസരിച്ച് ഈ ചെയ്തവർക്ക് അറിയത്തില്ല, നമ്മൾ വിചാരിച്ച കാര്യം നടത്തിയിട്ട് നമ്മൾ തിരിച്ചു പോകുള്ളൂ. അതെ, നമ്മുടെ ശീലം. അതെ, അതാണ് പറഞ്ഞത്. കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, അത്ര മാത്രമേ ഉള്ളൂ. സ്ട്രഗിൾ ചെയ്തിട്ട് ഇനി എന്തുണ്ടാവാന്ന് നമുക്ക് നോക്കാം. സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞതിന് അത് നമുക്ക് എന്താണ് ഗൈഡൻസ് ആണ് എടുത്തത്. ഇതിൽ തന്നെ ഗൈഡൻസ് എടുക്കാനും പറ്റും, വേണമെങ്കിൽ അതിലെടുക്കാൻ പറ്റും. ഏത് വേണമെങ്കിലും ഈ കാർഡ് ചൂസ് ചെയ്യാം. പക്ഷെ ഇതിൽ തന്നെ ഞാൻ സാറിന് എന്താണ് ഇനി ഫ്യൂച്ചറിലേക്ക് എന്നുള്ളത് പറയാം. ഫ്യൂച്ചറിലേക്കുള്ള എൻ്റെ കാർഡ് തന്നെയാണ്. ഇതൊക്കെ എടുക്കുക. ഡെത്ത് എന്ന് പറഞ്ഞാൽ പേടിക്കുന്നു വേണ്ട, പരിവർത്തനമാണ്. തീർച്ചയായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ ലൈഫിലുണ്ട്. അതാണ് നേരത്തെ ഒരു കുബേരയോഗം. ഇത്തിരി നിർഭാഗ്യം തകർച്ചയൊക്കെ കൂടെ ആണെങ്കിൽ അത് പൊക്കോളും. വീലെന്ന് പറയുമ്പോൾ ഒരു യാത്രയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു യാത്രയാണ്. 4 കാലങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് യൗവനം, ബാല്യം, കൗമാര, യൗവനം. ഡെത്ത് ഒരു പരിവർത്തനമാണ്. ഒരു തകർച്ചയെന്നുള്ള ഒരു പരിവർത്തനം, വലിയൊരു മാറ്റം. നമ്മളൊരു ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് ആ ജീവൻ മറ്റൊരു ശരീരത്തിൽ പോയിട്ട് പ്രവേശിക്കണത്. ഇവിടെ മരണം എന്നൊന്നുമില്ല, പക്ഷെ മരിക്കാൻ വേണ്ടിയിട്ടാണ്. അപകട മരണം ആക്കാനും അപകടം വരുത്താൻ തന്നെയാണ് അത് ചെയ്തേക്കണത് കേട്ടോ സാറിന്. പക്ഷെ ഇവിടെ അതൊന്നും കാണിക്കണില്ല. കാരണം ഇവിടെ തൊട്ട കാർഡ് ഇതിങ്ങനെയാണ്, ഈ കോമ്പിനേഷൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് പറയും, ആരോടെ മറച്ച രാശി എന്ന് പറയും. ഇങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഇത് ഒരു കോമ്പിനേഷൻ സ്പ്രെഡിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ സാറിനെ കണ്ടിട്ടോ എൻ്റെ കാർഡ് നോക്കിയിട്ടോ അല്ലല്ലോ, സാറിൻ്റെ എനർജിയിൽ സാറിന് മുമ്പിൽ ഇരുന്നിട്ട് ചെയ്താലും ഇതൊരു പരിഹാരം. ഈ ആഭിചാര ദോഷം ഉണ്ടല്ലോ, ഇവരുടെ നമുക്ക് കണ്ടത് ആഭിചാര ബാധയാണ്. ഇത് 2 കാര്യം. നമ്മുടെ നവഗുളികനെ വായിച്ചില്ലേ, ഡെത്ത് കാർഡ് എന്ന് കാണുമ്പോൾ സാറിനത് മനസ്സിലായല്ലോ. അപ്പോൾ മരണപ്പെട്ട ആൾക്കാരെ എനർജിയാണ് ഈ ഗുളികന്മാർ, മനസ്സിലായി. അപ്പോൾ ഇതിന് പരിഹാരം ചെയ്താൽ മാത്രം മതി. അതായത് പ്രേതബാധ അല്ലെങ്കിൽ പ്രേതത്തെ അയച്ചിട്ട് ഈ ഗുളികന്മാർ പറയുമ്പോൾ പ്രേതങ്ങളാണ്. അപ്പൊ അതിനൊന്ന് മാറ്റി മാത്രം പരിഹരിച്ചാൽ മാത്രം മതി. നമുക്ക് നോക്കാം. അതെ, അപ്പോൾ ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പറ്റുന്ന അത് ഇപ്പോൾ ഗംഗാജി ആണെങ്കിൽ എന്ത് പരിഹാരം? ഞാൻ ഇവരെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല സാർ, ഇപ്പൊ ഞാനിപ്പോ ചോദിക്കും, ഇപ്പൊ ഇത്രയും കണ്ടല്ലോ, ഇതിന് പരിഹാരമായിട്ട് എന്നോട് സജസ്റ്റ് ചെയ്യാനുള്ളത് ഞാൻ വന്നിട്ട് ഇത് പരിഹരിച്ചു തരാന്നേ പറയുള്ളൂ. ഞാൻ വന്നിട്ട് അങ്ങനെ ചെയ്യും. പക്ഷെ അത് നമ്മളെല്ലാവർക്കും പോവില്ല. കാരണം ഞാൻ പറഞ്ഞു സാറിനോട്, കുട്ടികളാണെങ്കിൽ ഇപ്പൊ ഒരു 10 വയസ്സായ ഒരു കുട്ടിയുടെ മേലാണെങ്കിൽ ആ കുട്ടിയുടെ മേലിൽ എനർജി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വേറെ മാന്ത്രികനെ വിടാൻ ഞാൻ പറയില്ല. നേരത്തെ പറഞ്ഞു ചില ആളുകളെ വിശ്വസിക്കാൻ പറ്റില്ല. കുറെ ആൾക്കാർ എന്നോട് ഒരു മീഡിയയിൽ ഞാൻ പോയപ്പോൾ അവർ പറഞ്ഞു, ഗംഗാമ്മ ബുക്കിംഗ് എടുത്തോ, ഞങ്ങൾ പൊക്കോളാം. അപ്പം ഞാൻ പറഞ്ഞു, അവരെന്നെ വിശ്വസിച്ച് വരുന്നവരാണ്. അപ്പൊ ഗംഗാമ്മ അവിടെ വന്നിരുന്നാൽ മതി. അപ്പൊ അത് ബിസിനസ്സായി പോയി. ഇവിടെ ഞാൻ പോയി ചെയ്യണ പരിഹാരം എന്താണ് അവിടുത്തെ എനർജി, ആ എനർജിക്ക് വേണ്ട പരിഹാരം അവിടെ ചെയ്യണത്. ആ സ്ഥലത്തെ എനർജിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനർജിയായിട്ട് കമ്മ്യൂണിക്കേഷൻ അതെല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല.
അത് മാന്ത്രികർക്കും പറ്റിയെന്ന് വരില്ല. അതിന് ഉപാസന ബലം വേണം, എനർജി ആയിട്ട് സംസാരിക്കുക. ചിലപ്പോൾ അവരെൻ്റെ അസ്ട്രൽ ബോഡിയിൽ നല്ല ഉപദ്രവങ്ങൾ ഉണ്ടാക്കാം, തിരിച്ചെൻ്റെ എനർജി തിരിച്ചു വന്നില്ല എന്ന് വരും. അതുകൊണ്ടാണ് എല്ലാവരുടെ വീട്ടിലേക്കും പരിഹാരത്തിന് ഞാൻ പോകില്ല. ഇപ്പം ഇതിനകത്ത് പറഞ്ഞ ഈ ഗുളിക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രേതങ്ങളെ അയച്ചിരിക്കുന്നു, പ്രേതങ്ങളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും സാറേ, ഞാൻ അതാണ് പറഞ്ഞത്. ഈ കുട്ടി മരണപ്പെട്ട ഒരു കുട്ടിയുടെ എനർജി എന്തിനാ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് വന്നത്? അതും ഈ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരണപ്പെട്ടത്. അവളിപ്പോൾ ഡിഗ്രിക്കാണ് പഠിക്കണത്. 8ൽ പഠിക്കുമ്പോൾ തൂങ്ങി മരിച്ചതാണ് മറ്റേ കുട്ടി. ഞാൻ ആ കുട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് അവൾക്ക് എന്താ ഈ കുട്ടിയുടെ എനർജി ബോഡിയിൽ അവളെ നിറം, അവൾക്കുള്ള അംഗവൈകല്യങ്ങളെല്ലാം അവളെ കാണിക്കുകയാണ്. എനിക്ക് കുട്ടീനെ അറിയില്ല, കർണാടകയിലുള്ള ഒരു കുട്ടിയാണ്, ഞാൻ അവളെന്നെ അങ്ങനെ അറിയണം. അപ്പോൾ ആ എനർജി കാണുമ്പോൾ അവൾ കറുത്തിട്ടാ കുട്ടി, എനിക്ക് കാണുന്ന ഒരു രൂപം കറുത്തിട്ട്. അപ്പോൾ ഇവളെന്നെ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, ഇത് പറയും, ഇങ്ങനെ കുത്തുവാക്ക് പറയില്ല, എന്താ തന്നെ പറയാ നമ്മള്, ബോഡി ഷെയ്മിങ്. അച്ഛനും അമ്മയും പോലും, ഇവള് സൂയിസൈഡ് ചെയ്യാൻ കാരണം അച്ഛനും അമ്മയും പോലും ഈ ബോഡി ഷെയ്മിങ് കളിയാക്കാൻ തുടങ്ങിയപ്പോൾ പരിധി കടന്നപ്പോഴാണ് ഈ കുട്ടി സൂയിസൈഡ് ചെയ്യണത്. ഇതാണ് ഈ കുട്ടി എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഇത് ഇവർക്ക് പോലും അറിയില്ല. അല്ല, അങ്ങനെ വരുന്ന എന്ത് പരിഹാരം ചെയ്യുക? ഈ ആവാഹിക്കുക, അവരെ എവിടെയെങ്കിലും കുടിയിരുത്തുക? അതെ, കുടിയിരുത്തും. അവരെ കുടിയിരുത്തും. ഞാൻ ആവാഹിച്ചിട്ട് ഒരു വെള്ളി രൂപത്തിലേക്കോ, അതായത് സ്ത്രീ വെള്ളി രൂപത്തിലേക്ക്. ഇപ്പോൾ വൈഷ്ണവാണെങ്കിൽ ചതുർബാഹു, ശാക്തയാണെങ്കിൽ പുരുഷ വെള്ളി രൂപം, ശാക്തയാണെങ്കിൽ സ്ത്രീ വെള്ളി രൂപം, ശൈവാണെങ്കിൽ പുരുഷ വെള്ളി രൂപം. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുക. ഇതിന് ഓരോ ഹോമങ്ങളുണ്ട്. ഓരോ ദിവസം ഓരോ ഹോമങ്ങളെ കൊണ്ട് ഈ എനർജിയുടെ, അതായത് ഇപ്പോൾ ഒരു എനർജി ഇത്രയും വലുതാണെങ്കിൽ, ഈ റൂമിൻ്റെ അത്ര പവറായ എനർജിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോയിട്ട് അതിനെ ഇങ്ങനെ പൂമ്പാറ്റയെ പിടിക്കണ പോലെയോ തുമ്പിയെ പിടിക്കണ പോലെ പോയി പറ്റില്ല. അതിൻ്റെ ആ എനർജിയിൽ എൻ്റെ എനർജിയായിട്ട് അവരും തമ്മിലുള്ള ഒരു യുദ്ധം ഇപ്പം നമുക്ക് കാണില്ല, കണ്ണുകൊണ്ട് എനിക്കേ കാണാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് അത് കാണാൻ പറ്റില്ല. ഞാൻ അവിടെ ചെന്ന വശം എനിക്ക് അതെല്ലാം ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് അറിയേണ്ട ഒരാളാണ് പ്രിയൻ, കാരണം അത് ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക്. കാരണം അത് മാന്ത്രികത്തിന്റെ പവർ അല്ല, അത് തപസ്സിന്റെ സാധന ബലമാണ്. അപ്പോൾ ആ എനർജിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ വാളെടുത്തിട്ട് അവരെ മുമ്പിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരായിട്ട് എന്തുകൊണ്ട്, എന്താണ് കാരണം, ആ കാരണത്തിന് ഇന്ന സൊല്യൂഷൻ ചെയ്താൽ അത് പരിഹാരമാവുമെന്ന് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പം അവരോടൊരു ഉടമ്പടി വയ്ക്കും. ആ ഉടമ്പടി വയ്ക്കുമ്പോൾ നിന്നെ ഞാൻ ഒരാൾക്ക് വരെടുക്കാൻ പറ്റും, ദേവതയുടെ ഊർജ്ജം എടുക്കുമ്പോൾ. ഞാൻ സാറിനോട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, ഒരു എനർജിക്ക് ദേവതയുടെ ഊർജ്ജം എടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ സത്വരജോ തമോ ഗുണത്തിലുള്ള ദേവത ഊർജ്ജം എടുത്തുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ഗുരു ഭഗവതിയാണ്. ഗംഗ എന്ന് പേരിട്ടതും ദേവി തന്നെയാണ്. ദേവിയാണ് ഗംഗ എന്ന് നീ പേര് സ്വീകരിക്കൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പേര് സ്വീകരിച്ച ആ നിമിഷം മുതൽ എൻ്റെ എനർജി എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് കാരണം കൊണ്ട് എനിക്ക് എന്തൊരു മാന്ത്രികൻ ചെയ്യണ പോലെയല്ല ഞാൻ പോയി പരിഹരിക്കുക. അപ്പോൾ എനർജിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ നമ്മളുടെ കൂടെ, അതായത് പഞ്ചഭൂതങ്ങളായിട്ട് നമ്മൾ ജയിക്കണം. പഞ്ചഭൂത ശുദ്ധി വരിക എന്ന് പറയുക അതിന്. ഈ പഞ്ചഭൂത ശുദ്ധി വന്നു കഴിഞ്ഞാൽ ആ ലോകത്ത്, അതായത് ഞാൻ തപസ് ചെയ്യുമ്പോൾ ഞാൻ വാങ്ങിയ വരം ബാലിനെ പോലെയാണ്. ബാലിയുടെ വരം അങ്ങോട്ട് വന്നു കൊടുക്കുമ്പോൾ ആളെയും കൂടിയിട്ട് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. പക്ഷെ ഞാൻ അവരുടെ നെഗറ്റീവ് എൻ്റെ എടുക്കാൻ വരുന്നവരേ ഉള്ളൂ. എൻ്റെ ആരെങ്കിലും ഊർജ്ജം കണക്ട് ആക്കാൻ വരുന്ന ആൾക്കാരുടെയാണ് അത് ഇങ്ങോട്ട് വരുള്ളൂ, അല്ലാത്തൊരാളെ വരില്ല. രണ്ടാമത്തെ വരം ലോകത്തിലുള്ള സർവ്വ ചരാചരങ്ങളും നമുക്ക് വശത്തായിരിക്കുക എന്നുള്ളതാണ്. അപ്പം മാത്രമേ ഇതിന് പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് എൻ്റെ കാർഡ് നോക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം മറ്റൊരു ചാനലിൽ വെച്ചായിരുന്നു. അന്ന് പറഞ്ഞതും അച്ചട്ടായിരുന്നു, ഇപ്പോൾ പറഞ്ഞതും കൃത്യമാണ്. ഇത്തരം ചില പ്രശ്നങ്ങൾ ഞാനിപ്പോൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതിനുള്ള ചില പരിഹാര ക്രിയകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലേ കാര്യം. ഒരുപാട് നാളിന് ശേഷമാണ് നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഇവിടെ ഒന്ന് വന്നു പോയിരുന്നു. അത് വന്നുപോയി ജസ്റ്റ് കണ്ടുപോയി. പക്ഷേ ഇത് പറയുന്ന നിങ്ങൾ എൻ്റെ അന്ധവിശ്വാസം എന്ന് വിളിച്ചോളൂ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഗംഗാ സച്ചി എന്ന് പറയുന്ന ഒരുപാട് പേർ ഗംഗാമ്മ എന്നൊക്കെ വിളിക്കുന്ന ഈ ഗംഗാജി എന്ന് പറഞ്ഞത് എന്നോട് കേരളത്തിലെ ഈ രംഗത്തെ ഏറ്റവും പ്രമുഖനായ ഒരാൾ എന്നോട് പറയുകയും അതനുസരിച്ച് അത്യാവശ്യം ചില പരിഹാരങ്ങൾ ഞാൻ ചെയ്തതുമാണ്. അപ്പോൾ ഇതെൻ്റെ ഉറപ്പാണ്, ഇതൊരു പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല, അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ ഈ കാർഡ് റീഡ് ചെയ്ത് പറഞ്ഞതെല്ലാം 100% ശരിയാണ്. അപ്പോൾ അത് എൻ്റെ അനുഭവമാണ്, അത് നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം എന്നെ സംബന്ധിച്ച് ഞാനൊരു സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിച്ച് മാധ്യമരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഒരിക്കലും ഒരു കബളിപ്പിക്കുന്ന ഒരാളെ, ഒരു കള്ളനാണയത്തെ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കില്ല. കാരണം നമ്മുടെ ബോധ്യങ്ങളാണ്. ഇപ്പോൾ ഗംഗാ സച്ചിയെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതിനൊരു നമ്പറുണ്ട്, 97 45 16 35 32 എന്നുള്ളതാണ് നമ്പർ. കാരണം ഞാൻ ഈ നമ്പർ പറയാൻ കാരണം എന്നറിയോ, മുമ്പൊരിക്കൽ വീഡിയോ ചെയ്തതിന് ശേഷം
നമ്പറൊന്നും പറഞ്ഞില്ല, എന്നെ പിന്നെ ആളുകൾ വിളി തുടങ്ങി. ഒരു കാര്യം സാറേ പറയാനുള്ളത്, ഈ നമ്പറിൽ നിങ്ങൾ നേരിട്ട് വിളിക്കാതെ ഒരു വാട്സപ്പ് ഉണ്ട്, അതാണ് ആ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നമ്മുടെ LMRKയുടെ രജിത് ജിക്ക് പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന്റെ നമ്പർ പറഞ്ഞിട്ട് ഒരു തവണ ഒരു വീഡിയോ പറഞ്ഞു, പിന്നെ നമ്മൾ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്യേണ്ടി വന്നു. കാരണം സാറിന് അറിയാലോ, ഞാൻ ഈ ഫോണും കൈ പിടിച്ചിരിക്കണം. അല്ല, ഇത് ഈ പ്രശ്നം എനിക്കുണ്ട്. നമ്മളിപ്പോൾ ചാനലൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ, നമ്മുടെ സ്നേഹിതർ, നമ്മളോട് താല്പര്യമുള്ളവർ എന്നെ വിളിക്കുന്നുണ്ട്. പകരം വിളിച്ചാൽ നമ്മളെ കിട്ടില്ല, നമ്മൾ ഷൂട്ടിലായിരിക്കും. വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞാൽ എന്നെ രാത്രി 11:30 മണിക്ക് വിളിക്കുന്നവരുണ്ട്. നമുക്കൊന്നും സാറെ 11:30 എന്നെ വിളിക്കുന്നത് രാത്രി 2:30 3:30 രാത്രി 11:30. ഞാൻ ഈ ഫോണ് 9 മണി കഴിഞ്ഞ് എടുക്കില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ നമ്പർ പറയാം. 97 45 16 35 32 ഇത് നിങ്ങൾ കേൾക്കുക, കുറിച്ച് വെക്കുക. എന്നെ വിളിക്കണ്ട, ഈ നമ്പറിൽ വിളിക്കുക. അത് വിളിക്കരുത്, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, വിളിക്കേ ചെയ്യരുത്. അവർ തിരിച്ചു വിളിക്കും. അതാണ് അതിന്റെ മര്യാദ. പിന്നെ മറ്റൊന്ന്, സ്റ്റാഫില്ല, അതുകൊണ്ടാണ് വിളിക്കരുത് പറയണത്. മാത്രമല്ല ഞാൻ പറയുന്നതല്ല, ഇതിപ്പോൾ ഈ ഒരാളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോ അല്ല, പ്രൊമോഷൻ കൂടെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. കാരണം ചില കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. നമ്മൾ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ ആണ് അറബി ജ്യോതിഷവും കൃപാസനവും ഒക്കെ വന്ന് നമ്മുടെ ആളുകളെ കൊണ്ടുപോകും. നമ്മുടെ ആളുകൾ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇത്തരം വിശ്വാസങ്ങളൊക്കെ കൂടുതലാണ്. ഈ ഹിന്ദു മതവിശ്വാസികളായ ആളുകൾക്ക് കുറച്ച് അന്ധവിശ്വാസമൊക്കെ ഉണ്ട്. നിങ്ങൾ പക്ഷേ അന്ധവിശ്വാസമൊന്നുമല്ല, അത് അവരുടെ അനുഭവങ്ങളാണ്. സാറേ, പക്ഷെ ഇവരെല്ലാവരും ഗംഗാമ ഒന്ന് പരിഹരിക്കണം പറഞ്ഞിട്ട് അങ്ങനെ പറയരുത്. ഗംഗാമയ്ക്ക് പരിഹരിക്കാൻ പിന്നെ മാന്ത്രികരെ കണ്ടെത്തി കൊടുക്കാൻ പറയും. ഞാൻ പറയും, എനിക്ക് എവിടുന്ന കേരളത്തിലെ മാന്ത്രികരെ അറിയാം, സാറിന്. കാരണം എനിക്ക് ഒരു മാന്ത്രിക, കാരണം മാന്ത്രിക വീടല്ല എൻ്റെ. അപ്പൊ ഏതായാലും ഞാൻ ചോദിക്കട്ടെ, അപ്പൊ എന്തൊക്കെ സർവീസാണ് ആളുകൾ കൊടുക്കുന്നത്? ഞാൻ പരിഹാരങ്ങൾ എന്താണെന്നറിയാം ഇപ്പൊ സാറ് ചെയ്യണം. ഞാൻ സാറിനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനോട് കൂടിയിട്ട് ഞാൻ പറയാം എന്തൊക്കെ നമ്മൾ ചെയ്യണത്. അതെ, സാറിനൊരു ഗിഫ്റ്റ് ഉണ്ട്. ഇതെന്റെ ഒരു ബ്രസ്ലെറ്റ് ആണ്. ബ്രേസ്ലെറ്റ് നല്ല സഞ്ചിയൊക്കെയാണല്ലോ, ചണത്തിന്റെ സഞ്ചി. അതെ, അതിന്റെ കൂടെ ഇതിൽ ഒരു ഭാഗത്ത് ഇതെന്താണ്, മുത്തുമാല? അത് ബ്രസ്ലെറ്റ്. അതെ, കയ്യിലാണ് പ്രൊട്ടക്ഷൻ, സംരക്ഷണം കിട്ടും അല്ലേ? അത് ഞാൻ തന്നെ ജപിച്ച് കോർക്കണ ബ്രസ്ലെറ്റ്, ഞാൻ തന്നെ ജപിച്ച് കോർക്കണ ബ്രസ്ലെറ്റാ. അതിൽ വെച്ചാല് നമ്മളിപ്പോ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ടാരോ റീഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ്, ഇത്തരം ഇപ്പൊ സാറിന് കണ്ടില്ലേ, ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഇവരെന്നോട് ചോദിക്കും, ഗംഗാമേ എന്ത് ചെയ്യണം? ഞാനപ്പോൾ അവരോട് പറയും, തൽക്കാലം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് പരിഹാരം ചെയ്യാൻ. പക്ഷെ ഭദ്രകാളി ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ പോയിട്ട് ഇവർ റിസീറ്റ് ആക്കിക്കൊണ്ട് ഇവർക്ക് പ്രശ്നം പരിഹരിക്കില്ല. ആ ശാന്തി അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലുള്ള ആള് അവിടെ അർച്ചന ചെയ്യണം, ഇത് ചെയ്യില്ല. ഈ റെസീറ്റ് ആക്കൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് റെസീറ്റ് ആക്കി അയച്ചു കൊടുക്കൽ മാത്രമേ ഉള്ളൂ. ഇവർക്ക് എങ്ങനെ പരിഹാരം? ഒരാൾക്ക് വീട്ടിൽ പരിഹാരം ആവില്ല. ക്ഷേത്രങ്ങളുണ്ട്, അതും എനിക്കറിയാം. ഓരോരുത്തരുടെയും വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തുന്ന ക്ഷേത്രമാണ്. അവിടെ ഓരോരുത്തരുടെയും നാളും പേരും ചൊല്ലി മന്ത്രം ചൊല്ലിയിട്ടാണ് അർച്ചനയാണെങ്കിൽ പോലും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണം. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പലയിടത്തും അങ്ങനെയല്ല, ഇല്ല. അവര് റെസീറ്റ് അതെ, അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. അത് മാത്രമല്ല, ചില ആൾക്കാർ പറയും, ഞങ്ങളുടെ തന്ത്രി വന്നിട്ടാണ് പരിഹരിച്ച്, അല്ലെങ്കിൽ ഞങ്ങളുടെ മറ്റേ എന്താ പറയുക പോറ്റി വന്നിട്ടാണ് പരിഹരിച്ച്. ആര് പോയാലും കുഴപ്പമില്ല, അവർക്ക് ആ എനർജി എടുക്കാൻ പറ്റണം. അല്ലാതെ ഗണപതി ഹോമം ഭാഗവത്സവം ചെയ്തിട്ട് സുദർശന ഹോമം നടത്തിയാൽ ഒരു പ്രശ്നം പരിഹരിക്കില്ല. ഇവര് ലക്ഷങ്ങൾ പോയ ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, ലക്ഷങ്ങൾ പോയവര്. അത് നമുക്ക് പിന്നെ എപ്പോഴേലും പറയാം. അപ്പൊ ഞാൻ ചെയ്യേണ്ടത് അതെ, ലക്ഷങ്ങൾ പോയ ആൾക്കാരുണ്ട്, ഒരുപാട് ലക്ഷങ്ങൾ. അത് ഈ പരിഹാരത്തിന് പോയിട്ട് പരിഹരിക്കപ്പെടാതെ പിന്നെ എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല? ഇവർ ചെയ്യണത് അവിടെ എന്ത് മൂർത്തിയാന്ന് കാണാൻ ആദ്യം, എന്ത് എനർജിയാ നിൽക്കണം. ആ എനർജിനല്ലേ പരിഹരിക്കേണ്ടത്, അല്ലാതെ അവരെ വീട്ടിൽ പോയി ഭഗവത്സവം ഗണപതി ഹോമം നടത്തി വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് നമുക്കിപ്പോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ അത് ഞാൻ നോക്കും സാറേ. ഞാൻ ഇവരെ ജോത്സ്യം പോലെയല്ല, ഞാൻ നോക്കും ഇവരെ പ്രശ്നം ആവശ്യമുണ്ടെങ്കിൽ പോയാ പോരെ, വെറുതെ എന്തിനാ പരിഹരിക്കാമെങ്കിൽ അത് മതി. അതെ, ഞാൻ അപ്പൊ ചെയ്തേക്കണത് തൽക്കാലം ഇവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഇപ്പൊ കുറെ ആൾക്കാർക്ക് ടാരോ റീഡിങ് എടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ജോലി തടസ്സങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ എല്ലാവരും ഇന്നില്ല, ഞാൻ പറഞ്ഞു, ബാധാരൂപത്തിൽ ഒരാളുടെ എനർജി ആണെങ്കിൽ അത് ബാധയെ മാറ്റണം. പക്ഷെ ശത്രുദോഷമാണെങ്കിൽ അതിന് ഞാൻ ഹോമമുണ്ട്. അപ്പോൾ ആ ഹോമത്തിലേക്ക് മാസത്തിൽ ഒരു തവണ പൗർണമി ദിവസം നമ്മുടെ വീട്ടിൽ ഹോമം വെച്ചിട്ടുണ്ട്. അത് ഞാൻ ടാരോ റീഡിങ് എടുത്ത ആൾക്കാരെ മാത്രമേ ഉള്ളൂ. ആ ഹോമത്തിന് വലിയ സംഖ്യ ഒന്നുമില്ല, ഇവരും അങ്ങനെ ലക്ഷങ്ങളൊന്നും നമ്മൾ വാങ്ങണില്ല. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ചെയ്യണ ഈ ഹോമത്തിൽ നമ്മളിപ്പോൾ ഈ മാസം നടത്തുന്നുണ്ട് ഹോമം. അതിൽ 20 പേര് ബുക്കിംഗ് എടുത്തിട്ടുണ്ട്. ഈ 3-ാം തീയതിയാണ് ഹോമം. എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഹോമം. 3-ാം തീയതി അത് ആ വരുന്ന ആൾക്കാർക്കേ തൊഴാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മൾ അങ്ങനെ അലോ ചെയ്യണില്ല.
പബ്ലിക് പരിപാടിയല്ല. അല്ല, ഒന്നാമത് കുഗ്രാമാണ്. ഞാൻ പറഞ്ഞില്ല തൃശ്ശൂർ സാറേ, എവിടെയാണത്? തൃശ്ശൂർ നമ്മൾ ഇത് വീഡിയോ കേട്ടിട്ട് കുറെ ആൾക്കാർ അത് വീട്ടിൽ തെരഞ്ഞു വന്നു. നമ്മളന്ന് റൂട്ടൊക്കെ അയ്യോ, വഴിയൊക്കെ റൂട്ടൊക്കെ പറഞ്ഞു, പറഞ്ഞിട്ട് സ്ഥലം മാത്രം പറഞ്ഞാൽ മതി. അയ്യോ തെരഞ്ഞു പിടിച്ച് വന്ന ആൾക്കാരുണ്ട് സാറേ. അപ്പൊ സ്ഥലം എവിടെയാ? തൃശ്ശൂർ. ഞാൻ തൃശ്ശൂർ വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരിയാണ്. അപ്പൊ അത് കാരണം ഇവര് സ്ഥലം തെരഞ്ഞു പിടിച്ച് വരത് കാരണം വീട്ടിൽ നോക്കലില്ല. കാരണം കൊള്ളന് വഴി മാത്രമേ ഉള്ളൂ. അല്ല, അത് ഇതൊക്കെ കേൾക്കുമ്പോൾ ആണ് സാധാരണ ആളുകൾ വീടും വഴിയൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിൽ അത്രയും ആളുകൾ വരുമോ, അത്രയും കാശ് പോരട്ടെ എന്ന് വെക്കുന്ന ആളുകൾക്കിടയിലാണ് ഇദ്ദേഹം വ്യത്യസ്തയായിരിക്കുന്നത്. അതെ, നമ്മൾ വീട്ടിൽ ആരും നോക്കലില്ല. എല്ലാവരും ഫോൺ എടുത്താൽ ഗംഗാമ്മേനെ കാണണം, ഗംഗാമ്മോട് സംസാരിക്കണം. ഞാൻ അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ അല്ല. കാരണം എന്താണെങ്കിൽ എൻ്റെ നിയോഗം എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കിത് പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തേ ആവാന്നില്ല, 14 കൊല്ലം കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണത്, അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കണത്. എനിക്ക് ചിലർ വന്ന് ഗംഗാമ്മ ഇതിലാണ് താമസിക്കണം. അതെ, എന്താ എനിക്ക് നാണക്കേടെന്താ? കിടന്നുറങ്ങാൻ സ്ഥലം ഉണ്ടല്ലോ, ഇത് റോട്ടിലല്ലല്ലോ കിടക്കണത്. നമ്മൾ സമാധാനമായിട്ട് കിടന്നുറങ്ങാനും സ്ഥലം, ഒരു ഭക്ഷണം 3 നേരം കഴിക്കണമെങ്കിൽ അതിൽ ഹാപ്പിയാണ് ഞാൻ. അല്ലാതെ കോടികളുടെ കാറിലും ബംഗ്ലാവിലും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ബിസിനസ് രൂപത്തിൽ മന്ത്രവാദി നമ്മുടെ ഓഫീസിൽ വന്നത് ബസ്സിൽ വന്നിട്ട് ഓട്ടോറിക്ഷയ്ക്കാണ് വന്നത്. അതെ, ഞാൻ അത്രയും എൻ്റെ വീട്ടിൽ വന്നവർക്ക് അറിയാം ഞാൻ വളരെ സിമ്പിളാണ്. പക്ഷെ നോ പറഞ്ഞിടത്ത് നോ പറയാനും പറയാനും മടി കാണിക്കാറില്ല. യെസ് പറഞ്ഞിടത്ത് യെസ്. പ്രേക്ഷകരെ, നമ്മുടെ ഗംഗാജിയായിട്ടുള്ള നമ്മുടെ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞു വന്നിരുന്നത്. അപ്പൊ നമ്മൾ ആ തൃഷ്ടിപ്പ് ഹോമം നമ്മൾ അല്ലെങ്കിൽ തൃഷ്ടിപ്പ് ഹോമല്ല, ഒരു മാസം ഇന്ന ഹോമം എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് അവരുടെ പ്രശ്നം? 10 ആൾക്ക് ഒന്നിച്ചോ 20 ആൾക്ക് ഒന്നിച്ചിരിക്കണ ഹോമാണ്, കൂട്ടുഹോമാണ്. ഒറ്റയ്ക്കൊരു ഹോമം നമുക്ക് നടത്തൽ സാധ്യമല്ല. അപ്പോൾ ഒരു ഹോമം അപ്പോൾ തടസ്സമാണെങ്കിൽ തൃഷ്ടിപ്പാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് എൻ്റെ എനർജി എന്താണെന്ന് പലർക്കും അറിഞ്ഞിട്ടുണ്ട്. സാർക്ക് അനുഭവം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അത് പ്രിയനായിട്ട് വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ സാറിന് മനസ്സിലാവും. അപ്പോൾ ഇവർക്ക് ആവശ്യം ഈ ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പം നമ്മൾ ഈ ബ്രസ്ലെറ്റ് കൊടുക്കുമ്പോൾ ഈ ഹോമത്തിന് വരുന്ന ആൾക്കാർക്ക് ബ്രസ്ലെറ്റും കൊടുക്കുന്നുണ്ട്. ഇതിലൊരു മന്ത്രമുണ്ട്, ഇത് അവർക്ക് നിത്യം ജപിച്ചാൽ ഓൾറെഡി പ്രൊട്ടക്ഷൻ ആയി കൊടുക്കണം. പിന്നെ അവിടുത്തെ നമ്മുടെ ദേവിയുടെ ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഹോമത്തിൽ ഓരോ ഹോമങ്ങളും വ്യത്യസ്ത ഹോമങ്ങളാണ്. ഒരേ ഹോമം തന്നെയല്ല റിപ്പീറ്റ്. ഒരാളുടെ പ്രശ്നം എന്താണ്, 10 ആളുണ്ടെങ്കിൽ ആ 10 ആളെ വിളിച്ച് നമ്മൾ ഇന്ന മാസം ഇത്രാം തീയതി വെക്കുന്നുണ്ട്. 15, അതായത് ഏകദേശം ആ ഹോമത്തിന് 10-15 ദിവസം മുമ്പേ പേയ്മെൻറ്റ് വാങ്ങണുള്ളൂ. മുൻകൂട്ടി പേയ്മെൻറ്റ് വൈകിട്ട് നമ്മൾ ഹോമം ബുക്കിങ്ങില്ല. ഓൾറെഡി 10-20 പേരായാൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. 20 പേരിലും കൂടുതൽ നമ്മൾ അലോ ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് നിൽക്കണം. അപ്പോൾ ഈ ബ്രസ്ലെറ്റ് നമ്മൾ ഇപ്പോൾ സെയിലുണ്ട്. എൻ്റെ യൂട്യൂബ് വഴിയൊക്കെ ഞാൻ ഇത് എന്താ പറയുക, സെയിലുണ്ട്. ഈ സാറൊക്കെ മുംബൈയിൽ നിന്ന് വരുത്തിയിട്ട് നമ്മളിവിടെ ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് കെട്ടി ജപിച്ച് കൊടുക്കുന്നതാണ് പേര് നക്ഷത്രം 8 പേര്. അവർക്കും ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതാരും ചെയ്യണില്ല. കാരണം ഞാൻ തന്നെ വന്ന് ക്ലൻസ് ചെയ്ത് ഈ സംഭവം ഒന്നും ആരും ചെയ്യണില്ല. എൻ്റെ എനർജിയിൽ ഇത് ജപിച്ചുണ്ടാക്കി ഇവർക്ക് പ്രൊട്ടക്ഷൻ മന്ത്രം, അതുപോലെ തന്നെ ഈ ഒരു ഗായത്രി ഉണ്ട് എൻ്റെ ദേവിയുടെ, അവിടുത്തെ ബാലയുടെ ഗായത്രിയും ഇങ്ങനെയാണ് ഈ കവറിലിട്ടിട്ടാണ് ഇത് അയച്ചു കൊടുക്കുന്നത്. അപ്പം വലിയ സന്തോഷം എനിക്ക് തന്നതിൽ. ഞാനിതെൻ്റെ കയ്യിലുണ്ടാവും ഇനി. ഏതായാലും പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഗംഗാജിയോട് സംസാരിക്കാം. 97 45 16 35 32 നമ്പർ. ഗംഗാജിയുടെ നമ്പർ ചോദിച്ച് എന്നെ വിളിക്കരുത്. അവർക്കും അയക്കേണ്ടത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ യാത്ര തുടരുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ നിശ്ചയമായും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് ഗംഗാജിയോട് ചോദിക്കാൻ പോകുന്നത്. ഒപ്പം ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക. നമ്മുടെ ചാനൽ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. നിങ്ങളത് കണ്ടിട്ട് വെറുതെ അങ്ങ് പോകരുത്. ആ ചാനലിൻ്റെ ലോഗോയുടെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആ ബാർ വരും, അവിടെ ഒന്ന് വിരലമർത്തിയാൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പുറത്തോട്ട് ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഇത്തരം കാര്യങ്ങൾ ഞങ്ങളല്ലാതെ ആരുണ്ട് നിങ്ങളോടൊന്ന് പറയാൻ?